ശത്രുക്കളിൽ നിന്ന് കാവൽ കിട്ടുക എന്നുള്ളത് നമ്മളൊക്കെ കൊതിക്കുന്ന ഒരു സംഗതിയാണ്. ശത്രുക്കൾ പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നൊരു സാധനമാണ്. സാക്ഷാൽ ഇബിലീസിൽ നിന്നും കാവൽ കിട്ടാനായിട്ട് നമ്മൾ പലതും ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ നിങ്ങൾ എന്ത് ചെയ്യണം? റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ, അള്ളാഹുവെ മുട്ട് കാണിക്കുന്ന ഇടങ്ങേറുണ്ടാക്കുന്ന ശൈത്താനിൽ നിന്ന് ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു, ഇത് പറയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. സാക്ഷാൽ ഇബ്ലീസിൽ നിന്ന് കാവൽ തേടുക. കാരണം എന്താ? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്, ഏറ്റവും വ്യക്തമായ ശത്രുവാണ് ആര്? സാക്ഷാൽ ഇബ്ലീസ്. നിങ്ങളെ പഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ, കലഹങ്ങൾ ഉണ്ടാക്കാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുണ്ടാക്കാൻ, കൂട്ടുകാർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാൻ, കുടുംബാദികൾ തമ്മിൽ അകറ്റാനൊക്കെ സാക്ഷാൽ ഇബ്ലീസിൻ്റെ കെണിവലകളിൽ പലപ്പോഴും നമ്മൾ പെട്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ കാവൽ കിട്ടാൻ എന്ത് ചെയ്യണം? ഇബ്ലീസ് ആകുന്ന ശത്രുവിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യ പിശാചുക്കളിൽ നിന്ന് നമ്മൾ കാവൽ തരണം. മനുഷ്യന്മാരുടെ ഇടയിലുണ്ട് ഇബ്ലീസിൻ്റെ സ്വഭാവമുള്ള ചില ആളുകൾ. അവരിങ്ങനെ തമ്മിൽ തെറ്റിക്കാനും തല്ലിക്കാനും അതുപോലെ തന്നെ പരസ്പരം വൈരാഗ്യത്തിലാക്കാനും ഒക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. ആ ഇബ്ലീസുകളുടെ ഷെറിൽ നിന്ന് കാവൽ കിട്ടാനും നമ്മളിപ്പോഴും റബ്ബിനോട് ദുആ ഇറക്കണം. ആയത്തുൽ കുർസിയെ പതിവാക്കുക. ആയത്തുൽ കുർസി ദിവസവും എല്ലാ നിസ്കാര ശേഷവും പതിവാക്കുക. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും പതിവാക്കുക. അവർക്ക് ശൈത്താൻ്റെ ഷെറുണ്ടാകില്ല, ഇടങ്ങേറുണ്ടാക്കുന്ന എല്ലാ ശത്രുക്കളെയും അള്ളാഹു പരാജയപ്പെടുത്തി കൊടുക്കുമെന്ന് നബിതങ്ങളുടെ ഹദീസുകളിലും കാണാം, മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു കാവലാണ്. അതോടൊപ്പം 3 വരുന്ന വേറെയും പ്രൊട്ടക്ഷനുകൾ, ശത്രുക്കളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. വീഡിയോ മുഴുവനും കാണാൻ കമൻറ്റ് ബോക്സിൽ നോക്കുക.